ഈ 8 ദിവസം കൊണ്ടായി സ്ക്രിപ്റ്റ് എഴുതിയെന്ന് ഇതിനെ പ്രീ റിലീസ് ഇൻ്റർവ്യൂസ് നിങ്ങൾ പറയുകയുണ്ടായി. ഈ 8 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അതും ഇതുപോലൊരു എന്താ പറയുക ഇതിലൊരു മിസ്റ്ററി ഉണ്ട്. ഇതിൽ എന്താ പറയുക ലൂപ്പ് ഹോൾസ് ഉണ്ടായേക്കാം. ആ ലൂപ്പ് ഹോൾസിനെ വ്യക്തമായിട്ട് അടച്ചടച്ച് തന്നെയാണ് പോകുന്നത് ഓരോ സ്റ്റേജിലും. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് 8 ദിവസം കൊണ്ട് എഴുതിയെടുക്കുക അതെങ്ങനെ സാധിച്ചു? അല്ല, അത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടന്നതല്ല, അതെങ്ങനെ പറ്റിപ്പോയതാണ്. 8 ദിവസം കൊണ്ട് തീർന്നു പോയതാണ്. ഈ പറഞ്ഞ ലൂപ്പ് ഹോൾസ് ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ അടച്ചടച്ച് പോയി എന്ന് പറഞ്ഞാൽ അത് അടച്ചടച്ച് പോയതല്ല, അടഞ്ഞടഞ്ഞ് പോയതായിരിക്കാം. അല്ല, കാണാത്ത ലൂപ്പ് ഹോൾസ് ഇപ്പോഴും ഉണ്ടാവുമായിരിക്കാം. അത് ഇനി ആൾക്കാർ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് കാണാനും പറ്റുമായിരിക്കും. അതൊക്കെ ഉണ്ടാവും. ഞാനീ പറഞ്ഞ പോലെ ഇത് എല്ലാ ലൂപ്പ് ഹോളും നിർബന്ധമായി അടച്ചിരിക്കണം, ഏറ്റവും പെർഫെക്റ്റ് ആക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എഴുതി വെച്ചു. ഇല്ല, ഏറ്റവും പെർഫെക്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചെയ്യേയില്ല. അപ്പോൾ അതൊന്നും നോക്കണ്ട, എൻ്റെ ഇപ്പോഴത്തെ എബിലിറ്റി വെച്ചിട്ട് ലിമിറ്റേഷൻസ് വെച്ച് ഇതൊക്കെ തന്നെ വരുള്ളൂ, എന്നാൽ പിന്നെ അത് ടൈപ്പ് ചെയ്ത് വയ്ക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് പോവാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു 8 ദിവസം കൊണ്ട് അങ്ങനെ ഈ പറഞ്ഞ ആ സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് അല്ല എന്നുള്ള വലിയ കോവിഡ് ലോക്ക്ഡൗൺ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യമായിരുന്നു. എനിക്ക് പക്ഷേ അത് ഈ രീതിയിൽ ഗുണം ചെയ്തു. നമ്മൾ ഒരിക്കലും ഒന്നും ഡിസ്ട്രാക്ട് ചെയ്യാനില്ലല്ലോ. മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ഇല്ലാത്ത സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഒന്നുകിൽ കഴിഞ്ഞ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് നിൽക്കണ ഏതെങ്കിലും ഒരു വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ടെക്നീഷ്യന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വിളിക്കാനുണ്ടാവും, അല്ലെങ്കിൽ വിളിച്ചാൽ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇനി തുടങ്ങാനിരിക്കുന്ന ഒരു പടത്തിൻ്റെ ആയിരിക്കും. ഇനി അതൊന്നും അല്ലെങ്കിൽ ഇനി പുതിയ ഏതെങ്കിലും പടത്തിന് ആരെങ്കിലും നമ്മൾ എൻക്വയറിക്ക് വേണ്ടി വിളിക്കുമല്ലോ, ഇങ്ങനെ പടമുണ്ട്, അപ്പോൾ അത് മിസ്സായാലും നമുക്കൊരു വർക്കാണല്ലോ പോകുന്നത്, ഒരു വർക്ക്. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കരുത് എന്നുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും 24 hours ഫോൺ എപ്പോഴും വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വിളിക്കാൻ പോകണില്ല, ആരും വിളിച്ചാൽ നമുക്ക് കിട്ടാൻ പോകണില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ഫോൺ സൈലൻ്റ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുമായിരുന്നു ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ എന്നിട്ട് ഈ പറഞ്ഞ എഴുതുന്ന ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഒരു ഓഫീസ് ജോലി, ഞാൻ വീട്ടിലായിരുന്നു ആ സമയത്ത്, ഫാമിലി ഉണ്ട്. അപ്പോൾ ഈ ഒത്തിരി ഇങ്ങനെ ആലോചനകളും പിരിമുറുക്കവും പരിപാടിയായിട്ടൊന്നും അങ്ങനെ പോയിട്ട് സ്ട്രെസ് അടിക്കാണ്ട് എന്തായാലും വെറുതെ ടൈം പാസിന് വേണ്ടി ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അത് എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റണ്ടേ എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഓഫീസ് ഷെഡ്യൂൾ പോലെ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ മാത്രം പണിയെടുക്കുക, ലാപ്ടോപ്പ് അടച്ചു വയ്ക്കുക, പിന്നെ കഥയെക്കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക, ഫാമിലിയുടെ കൂടെ നോർമലി സ്പെൻഡ് ചെയ്യുക. നെക്സ്റ്റ് ഡേ വന്നിട്ട് തലേ ദിവസം എഴുതി എന്താണെന്നുള്ളത് വായിച്ചു നോക്കുക, എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് എന്താണോ തോന്നുന്നത് അതപ്പോൾ ടൈപ്പ് ചെയ്യുക. അത് നല്ലതായിരിക്കുമോ, അടുത്ത് ടൈപ്പ് ചെയ്യാൻ വരുന്നത് ഏറ്റവും ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളതൊന്നും കോൺഷ്യസ്ലി ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് മൊമെൻ്ററി ആയിട്ട് എന്ത് തോന്നുന്നു അതങ്ങോട്ട് ചെയ്തതാണ്. ബാഹുലിൻ്റെ ചില സംഭവം ഞാൻ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവൻ കറക്റ്റ് ഒരു പ്ലേസിലിരുന്നിട്ട് ചെയ്യൊന്നും വേണ്ട, ഇവൻ മറ്റേ ലിഫ്റ്റിൽ നിന്നുള്ള ഇവൻ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും മൊബൈലിൽ, ചില കാറിലുണ്ടാവും. അപ്പോൾ ഏതോ ലോകത്തുണ്ടാവുക, മീൻസ് അവൻ എനിക്കറിയാം ആ സമയം ഇവൻ കറക്റ്റായിട്ട് വർക്കിലാണെന്ന്. അപ്പോൾ ഡിസ്റ്റർബ്, ഞാൻ ഒന്നും സംസാരിക്കില്ല. ഇവൻ്റെ പാരൻസ് പോലും അവർക്കറിയാം ഇവൻ എന്താ ചെയ്യുന്നത്. ആ സമയത്ത് ആരും ഒരു ഡിസ്റ്റർബും ചെയ്യാതെ ആ രീതിയിലാണ് മൂപ്പര്. അതുകൊണ്ട് ഈ 8 ദിവസം കൊണ്ട് എഴുതാൻ പറ്റുന്നത്. ആക്ച്വലി ചില റൈറ്റേഴ്സ് ഉണ്ട്, അവർക്കൊരു പ്രോപ്പർ ഒരു ടൈമിംഗ് വേണം, അല്ലെങ്കിൽ കുറച്ചൊരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് മാത്രം ആ ചിന്തകൾ. അങ്ങനെ ഇല്ലാത്ത ഒരാളാന്ന് തോന്നുന്നു ബാഹുല്.